സ്നേഹതീരം കൂട്ടായ്മയുടെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നതാണ്. സ്നേഹിതരം ചാരിറ്റബിൾ ടെസ്റ്റ് വാളകം കൂട്ടായ്മയുടെ പേരിലാണ് ഇന്ന് ഞങ്ങൾക്ക് പ്രിയ മെമ്പറായിരിക്കുന്ന സജി വർഗീസിൻ്റെ പിതാവിൻ്റെ ദേഹവിയോഗത്തിൻ്റെ ബന്ധത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ പിതാവിൻ്റെ മക്കൾ, പ്രിയ പ്രിയ അമ്മാമ, ഇവിടെയുള്ള മറ്റ് ബന്ധുമിത്രാദികൾ, സ്നേഹിതർ ഏവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മരണം ഒരിക്കലും ഒരു വീടിന് സന്തോഷം ഉളവാക്കുന്നതല്ല. എന്നാൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രത്യാശയുണ്ട്, ഞാൻ മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുമെന്നത്. അതാണ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്വവും അതാണ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ഉറപ്പുള്ള കാര്യം. ക്രിസ്തുവിൽ ജനിക്കുന്ന ഒരു മനുഷ്യൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ പിതാവ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽപ്പിൽ ജീവിക്കുമെന്നത് ഒരു വലിയ പ്രത്യാശയാണ്. ഞങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖവേളയുടെ അനുഭവങ്ങളും നമുക്ക് സന്തോഷം തരുന്നത് ക്രിസ്തുവിനോടുകൂടുള്ള വാഴ്ചയാണ്. അങ്ങനെയെങ്കിൽ ആ ക്രിസ്തുവിനോടുള്ള വാഴ്ച നമുക്ക് ഏവർക്കും സുദിനമായി നൽകിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പായ സ്നേഹതീരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരിലുള്ള എല്ലാ അനുശോചനവും എല്ലാ മെമ്പറിൻ്റെ പേരിലും അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. പ്രിയപ്പെട്ടവരോട് നന്ദിയും സ്നേഹവും ഈ സമയത്ത് കുടുംബത്തിൻ്റെ പേരിൽ അറിയിച്ചോളും. കൂടാരവാസികളാകും നാമോക്കെന്നു വീടന്നോ നാടന്നോ ചൊൽവാനെന്ത് കൂടാരവാസികളാകും നാമോക്കെന്നു വീടന്നോ നാടന്നോ ചൊൽവാനെന്ത് കൈകളാൽ തീർക്കാത്ത വീടൊന്നു താതൻ മീതെ നാമോക്കായി വച്ചിട്ടുണ്ട്. കൈകളാൽ തീർക്കാത്ത വീടൊന്നു താതൻ മീതെ നാമോക്കായി വച്ചിട്ടുണ്ട്. ആനന്ദം സങ്ങളേറും വനദേശത്ത് ആഗോലമാത്മാവിൽ വന്നിടുകിൽ ഭാരം പ്രയാസങ്ങൾ ഏറും വനദേശ ആഗോലമാത്മാവിൽ വന്നിടുകിൽ പാരം കരുണയുള്ളീശൻ നാമോ ആയി ഏറ്റം കൃപ നൽകി പാലിച്ചിടും. പാരം കരുണയുള്ളീശൻ നാമോക്കായി ഏറ്റം കൃപ നൽകി പാലിച്ചിടും. കർത്താവേ നീ വേഗം വന്നിടണേ, ഞങ്ങൾ ഓർത്ത ഈക്ഷോണിയിൽ മഹാദുഃഖം. കർത്താവേ നീ വേഗം വന്നിടണേ, ഞങ്ങൾ ഓർത്ത ഈക്ഷോണിയിൽ മഹാദുഃഖം. എന്നാലും
മുഖശോഭ അതിൻ മൂലം സന്തോഷകാന്തിവും ആനന്ദിക്കും എന്നാലും നിൻ മുഖശോഭയാതിൻ മൂലം സന്തോഷകാന്തി പൂണ്ടാനും നീക്കും. ലോകം എനിക്കൊരു ശാശ്വത അല്ലെന്നൻ സ്നേഹം നിറഞ്ഞേശു ചൊല്ലിട്ടുണ്ട്. ലോകം എനിക്കൊരു ശാശ്വത അല്ലെന്നൻ സ്നേഹം നിറഞ്ഞേശു ചൊല്ലിട്ടുണ്ട്. സ്വർലോകനാട്ടുകാർക്കിക്ഷീതിയിൽ പല കഷ്ട സങ്കടങ്ങൾ വന്നിടുന്നു. സ്വർലോകനാട്ടുകാർക്കിക്ഷീതിയിൽ പല കഷ്ട സങ്കടങ്ങൾ വന്നിടുന്നു. കർത്താവേ നീ എൻ്റെ സങ്കേതം ആകയ ഉള്ളിൽ ക്ലേശം ലേശമില്ല. കർത്താവേ നീ എൻ്റെ സങ്കേതമാകയ ഉള്ളിൽ ക്ലേശം ലേശമില്ല. വിശ്വാസകപ്പലിൽ സ്വർപ്പൂരം ചേരുവ ചുക്കാം പേടിക്കണേ പൊന്നു നാഥ. വിശ്വാസകപ്പലിൽ സ്വർപ്പൂരം ചേരുവാൻ ചുക്കാൻ പേടിക്കണേ പൊന്നു നാഥ. എന്നാത്മാവേ നിന്നിൽ ചാഞ്ചല്യം എന്തിനും ബാധ ഇൻതാഴ്വരെ അത്രേത്. എന്നാത്മാവേ നിന്നിൽ ചാഞ്ചല്യം എന്തിന് ബാധ ഇൻതാഴ്വരെ അത്രേത്. സിയോൻ പുരി തന്നിൽ വേഗം നാമോക്കെത്തി ആനന്ദ കണ്ണോനെ വീഴ്ത്തിടാമേ. സിയോൻ പുരി തന്നിൽ വേഗം നാമോക്കെത്തി ആനന്ദ കണ്ണോനെ വീഴ്ത്തിടാമേ. ആനന്ദമുൻ എനിക്കാനന്ദമുണ്ടേനിക്കേശു മഹാരാജ സന്നിധിയിൽ. സഭാപ്രസംഗി 3-ാം അധ്യായം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടതു പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം,
ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാക്കുവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദ്വേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലവും സമാധാനത്തിന് ഒരു കാലവും ഉണ്ട്. പ്രയത്നിക്കുന്നവന് തൻ്റെ പ്രയത്നം കൊണ്ടുള്ള ലാഭം ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതതിൻ്റെ സമയത്തെ ഭംഗിയായി ചെയ്ത് നിത്യതയും അവരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിയില്ല. ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതും അല്ലാതെ ഒരു നന്മയും മനുഷ്യർക്ക് ഇല്ല എന്ന് ഞാൻ അറിയുന്നു. ഏതു മനുഷ്യനും തിന്നുകുടിച്ച് തൻ്റെ സകല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ ദാനം ആകുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെ ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോട് ഒന്ന് കൂട്ടുവാനും അതിൽ നിന്ന് ഒന്ന് കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു, ഉണ്ടാകുവാനുള്ളത് മുമ്പ് ഉണ്ടായിരുന്നത് തന്നെ. ഒഴിഞ്ഞുപോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെ ഞാൻ സൂര്യന് കീഴെ ന്യായത്തിൻ്റെ സ്ഥലത്തെ ന്യായക്കേടും നീതിയുടെ സ്ഥലത്തെ നീതികേടും കണ്ടു. ഞാൻ എൻ്റെ മനസ്സിൽ ദൈവനീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും. സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇത് മനുഷ്യൻ നിമിത്തമത്രേ. ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതിനും തന്നെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു. രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല. സകലവും മായയല്ലോ. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി എല്ലാം വീണ്ടും പൊടിയായിത്തീരുന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ പ്രവർത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു. അതുതന്നെ അവൻ്റെ ഓഹരി. തൻ്റെ ശേഷം ഉണ്ടാവാനിരിക്കുന്നത് കാണാൻ ആർ അവനെ മടക്കി വരുത്തും. എൻ്റെ ദൈവം മഹത്വത്തിൻ ആദ്രവാന ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആദ്രവാന ജീവിക്കുമ്പോൾ, സാധുനാനി ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുൾ ഏതു കുന്നും കരകേറി നടക്കൊള്ളുവ. വൈഷമ്യമുൾ ഏതു കുന്നും കരകേറി നടക്കൊള്ളുവ. രക്ഷകന് കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. ആരുമേനി ഇല്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാരുമേനി ഇല്ലെന്നോ ഞാൻ ഏകനായി തീർന്നു എന്നും മാനസത്തിൽ ആദി പൂണ്ടു ഖേദിപ്പാൻ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ.
എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്രേ. എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്രേ. ഇപ്പോൾ അവർ ദൈവമുൻപിൽ സേവയാം. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. ദുഃഖിതന ഓടിപ്പോഞ്ഞ മരുഭൂവിൽ കിടന്നാലും, ദുഃഖിതന ഓടിപ്പോഞ്ഞ മരുഭൂവിൽ കിടന്നാലും, എന്നെ ഓർത്തു ദൈവദൂത വന്നിടും. ഏറ്റം സ്നേഹചൂടോ അപ്പവുമായി വന്നിടും. ഏറ്റം സ്നേഹചൂടോ അപ്പവുമായി വന്നിടും. നാളെയേക്കൊൺ എൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. നാളെയേക്കൊൺ എൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. കാക്കകളെ വിചാരിപ്പിൻ വിതയില്ല, കൊയ്ത്തുമില്ല. കാക്കകളെ വിചാരിപ്പിൻ വിതയില്ല, കൊയ്ത്തുമില്ല. ദൈവമാവയ്ക്കായി വേണ്ടതേകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു. പത്മോസ് ദ്വീപിൽ ഏകനാഞ്ഞ വസിച്ചാലും ഭയമില്ല. പത്മോസ് ദ്വീപിൽ ഏകനാഞ്ഞ വസിച്ചാലും ഭയമില്ല. സ്വർഗം തോറ എന്റെ പ്രിയൻ വന്നിടും. മഹാദർശനത്താൽ വിവശനായി തീരും ഞാൻ. മഹാദർശനത്താൽ വിവശനായി തീരും ഞാൻ. ഹാ മഹേശ കരുണേശ പൊന്നുനാഥ നീ എനിക്കാം. ഹാ മഹേശ കരുണേശ പൊന്നുതാത നീ എനിക്കായി വേണ്ടതെല്ലാം ദയാ തോന്നി നൽകുമ്പോ എന്റെ ദേഹിവ്രത കലങ്ങുന്നതെന്തിനാ. എന്റെ ദേഹിവ്രത കലങ്ങുന്ന എന്തിനായി. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല, ഉടുപ്പുള്ളവരായിട്ട് ഇരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന്മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോണ്ടതിനു മീതെ ഉടുപ്പാൻ ഇച്ഛിക്കുകയാൽ
ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടു ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികൾ ആയിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസ തലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവൻ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായെങ്കിലും തീയതായെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടുമിരിക്കുന്നു. നിങ്ങളുടെ മനസ്സാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വക ഉണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്കും ആകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്ന് ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. കൊയർ ഒരു ഗാനം പാടുന്നു. ഞാനൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗാകെ വിരുദിനായി. ലോകേ ഞാനൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗാകെ വിരുദിനായി. സംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളാ കാൺമാനാശയാ കാത്തിരുന്ന എൻ്റെ പ്രിയനേ,
മനസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറും അണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാഥൻ പേർക്കാ സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനാ. താതൻ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനാ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാൽ. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാൽ. ദൂതസംഗമാകവേ
നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പ്രിയപ്പെട്ട പിതാവിൻ്റെ ഭൗതിക ശരീരം ഭവനത്തിന് പുറത്തേക്ക് എടുക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കും. ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, ഞങ്ങൾ നിത്യത്തിലേക്ക് കടന്നുപോയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ധന്യമായ ജീവിതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവ് കൊടുത്ത ആയുസ്സോളെ ഭൂമിയിലായിരിക്കാൻ, കർത്താവിൻ്റെ നല്ല കാര്യവിചാരകനായിട്ട് ഉത്തമ സാക്ഷിയായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം ശക്തീകരിച്ചല്ല കർത്താവെ. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ കർത്താവിൽ ഉയർക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടെ കർത്താവെ യാത്രയപ്പ് നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് തുറന്ന് അനുകൂലമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. സ്വർഗീയമായിരിക്കുന്ന സമാധാനത നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ബലഹീനദാസരായ ഞങ്ങളെ ആത്മാവിൽ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. ഇനി എത്തിച്ചേരുവാനുള്ളവരൊക്കെ കർത്താവെ സമയത്ത് വന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ തക്കവണ്ണം സഹായിച്ചാട്ട്. യേശുവിൻ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ഇവിടെ ഇരിക്കുന്ന ആളുകളെ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് ദയവേത് ഭവനത്തിന് പുറത്തേക്ക് ഇറങ്ങി സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ ക്രമീകരണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്താട്ട് പെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞാട്ട്.
നമ്മൾ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ശേഷം എല്ലാവർക്കും പ്രിയപ്പെട്ട പിതാവിൻ്റെ ഭൗതിക ശരീരം കാണുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും എന്നുള്ളതും സ്നേഹപൂർവ്വം അറിയിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമുതൽ നിന്നേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ ആരോട് കരുണ മെസ്സിയാ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഈശ്വരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിനക്കറിയണമേ. കടക്കാരോട് ക്ഷമിക്കുന്നതിന് പോലെ കടകളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടങ്ങളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ജീവന്റെയും മരണത്തിന്റെ മേലധികാരമുള്ളവനായ ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിൽ നിന്ന് മരണത്തിന് അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്ന നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്ത് നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഇനി നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസ്സിനെ കുറിച്ചുള്ള അനിത്യതയെ കുറിച്ചുള്ള ബോധവും വരുവാനിരിക്കുന്ന നിത്യായുസ്സിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിന് യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ആയതിപ്പോഴും നിലായിപ്പോഴും തന്നെ. മന്മയനായ ആദാമിൻ മക്കൾക്കു പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശീഹാ നാഥാ. ജീവനുള്ള നീ മരണത്തെ ഞങ്ങൾ വന്നേടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്ക് ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരണങ്ങളിൽ മേലും അധികാരിയാം മശീഹായേ, നിൻ പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരേ അന്ത്യാനായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിടരുതേ. ഓരോ
ഓർത്തതുപോൽ പകരം നൽകോ മസിഹായേ കുറ്റങ്ങളെ നീ മായിച്ച് അന്യായങ്ങളെ കഴുകേണമേ മഹിമയ്ക്കോ ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും ദീപനമാശ്രിഹായേ ഉന്നതരാജ സൈന്യവുമായി ഉദിക്കുമ്പോൾ ഞാടിൻ്റെ രക്തത്തിൽ കൊളിച്ചവരെല്ലാം തിരുമുൻപാകെ നേടുമേ തൃത്വരഹസ്യ ആയുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നോ സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേറ്റേണം. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയെല്ലാം ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിന്ന് പ്രാപിക്കുന്നവരെ ഉയർന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതാക്കുന്നതിനുമായ മിശിഹാ തമ്പുരാന് തൻ്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി നീ മനുഷ്യനെ സൃഷ്ടിച്ചു രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം കൽപ്പനാലംഘത്തിൽ അകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിൻ്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിൻ്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവൻ്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയ പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവർത്തനങ്ങളൊക്കെ വണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളുകപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്നു എന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ച് പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവനും ദൈവീകമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനുമായ നിന്റെ ഏകപുത്രന്റെ കുരിശാരണത്തിൽ ആശ്രയിച്ചവനുമായ ഈ പിതാവ് ആരുമുള്ള പാതാളത്തിൽ കൈവിട്ടു പോകുകയില്ല എന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ പിതാവ് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുന്ന പ്രത്യാശയോടെ ഈ നിന്റെ ദാസന്റെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ പിതാവിൻ്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി പിതാവിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിക്കുകയും
ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തകളില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ വീഴാതിരിപ്പാൻ ഇവരെ നീ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കയെ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തോഷമുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നതാകൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്നു തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കയില്ല എന്നും അല്ല ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ നീ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, അവരോടുകൂടെ ഞങ്ങൾ നിന്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീരുകയും ചെയ്യുമാറാകണമേ. എൻ്റെ സഹോദരേ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇത് ഓർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുത്ഥാനത്തിൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ പുനരുത്ഥാനം അടുത്തിരിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളുടെ നാശത്തെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങളെ സൃഷ്ടിക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്നവൻ നിങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തി നിൽപ്പിക്കുന്നു. ഓരോരുത്തനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം നീതിയോടെ പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നു. ഓ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട, ദേഹനാശത്വങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചോ. ദേഹത്തെ ഉയർപ്പിച്ച പ്രവർത്തിക്കോത്തപ്പോൾ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെ ഉയർപ്പിക്കാം. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ.
ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികൾ ദൈവം ഉയർപ്പിച്ചില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിനു കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഇപ്പോൾ സമാപന പ്രാർത്ഥനയ്ക്ക് പ്രിയപ്പെട്ട ഷാലോൺ എം ജോണച്ചൻ നേതൃത്വം കൊടുക്കും. ഞങ്ങളുടെ ശരീരത്തിന്മേൽ ജീവശ്വാസമൂതിയവനായ ദൈവമേ, സ്വർഗീയ നല്ല പരമപിതാവാം കർത്താവേ, നിന്റെ സന്നിധിയിൽ ഈ ലോകത്തിൽ ജീവിപ്പാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുത്ത കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എന്നാലോ ദൈവം തമ്പുരാനെ, ഈ ലോകത്തിൽ ജനിപ്പാൻ നീ ഞങ്ങൾക്ക് അവസരം തന്നിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്തിൽ നിന്നും മരിച്ച് നിന്നോട് ചേർന്നപ്പെടുവാൻ അതിനും ഒരു അവസരം നീ ഞങ്ങൾക്ക് ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദിവസം തോറും ഇത് ഓർത്തുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ പറ്റി ക്രമമായി ജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമായ കർത്താവേ, ഈ ആയുസ്സിൽ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് നിന്റെ സന്നിധിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട പിതാവിൻ്റെ ധന്യമായ ജീവിതത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മാതാപിതാക്കളുടെ സ്നേഹം, മക്കളെ സ്നേഹിപ്പാൻ, സഹോദരങ്ങളെ സ്നേഹിപ്പാൻ, കൂട്ടായിട്ടുള്ളവരെല്ലാം സ്നേഹിപ്പാൻ കൊടുത്ത നല്ല മനസ്സിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എന്നാലോ ദൈവം തമ്പുരാനെ, നിന്റെ സമയമായപ്പോൾ കൃത്യമായി നീ വിളിച്ചപ്പോൾ ആ വിളിക്ക് കാതോർപ്പാൻ നിന്റെ മകനെ എടുത്തു ഉപയോഗിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഓരോ മരണവും ഞങ്ങളെ ഓർപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ടല്ലോ. ഇന്ന് ഈ പ്രിയ പിതാവാണെങ്കിൽ ഏത് സമയം മുന്നോട്ട് വരുമ്പോൾ ഞങ്ങളിൽ ആരും തന്നെ കർത്താവെ നിന്റെ സന്നിധിയിൽ നീ ആഗ്രഹിക്കുന്നവരാരാധനയിലും കർത്താവെ ആ വിളി ഓർത്തുകൊണ്ട് ആ വലിയ വിളിക്ക് കാതോർപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമായ കർത്താവെ, ഭവനത്തിലെ ശുശ്രൂഷയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമായ കർത്താവെ, പ്രകൃതിയുടെ പ്രയാസം ഞങ്ങൾക്കുണ്ട് കർത്താവെ. ഈ പ്രകൃതിയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരുന്ന ദൈവം നീയാകിയ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അനുകൂലമാക്കി ദൈവം തമ്പുരാനെ ശുശ്രൂഷ തുടർന്നും അനുഗ്രഹമാക്കി തീർപ്പാൻ സ്വർഗമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെയും കൂട്ടായി ചേർത്തവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കൾക്ക് സ്വർഗീയമായിട്ടുള്ള ആശ്വാസത്താൽ, ബലത്താൽ, ശക്തി കൊണ്ട്, പ്രത്യാശ കൊണ്ട് ഭവനത്തെയും മനസ്സുകളെ നിറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദര കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേണ്ടുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചുകൊള്ളണം. ഞങ്ങൾക്ക് ഇവിടെ വരുവാൻ, ഈ ഭവനത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ നൽകിയ വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നേരത്തെ നൽകി ബഹുമാനപ്പെട്ട സോണിയച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നിന്റെ നന്മകൾ കൊണ്ട് അനുഗ്രഹത്താൽ ബലപ്പെടുത്തണമെന്ന് യേശുവിന് മൂലം പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമല്ലി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിനക്ക് അറിയണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടകളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷിപ്പിക്കാതെ ഞങ്ങളെ ദോഷങ്ങളിൽ നിന്ന് വിടുവിച്ചുകൊള്ളണമേ. എന്തുണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സകല ബുദ്ധിയെ കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെ തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതരാക്കി തീർക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയുടെ പൂർണ്ണമായിരിക്കുന്നു. പ്രിയപ്പെട്ട പിതാവിൻ്റെ ഭൗതീശ്വരൻ കാണുവാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ മുമ്പോട്ട് വന്ന് കാണുവാനുള്ള അവസരമുണ്ട്. അതിനുശേഷം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് അവസാനത്തെ ചുമരം നൽകി പ്രിയപ്പെട്ട പിതാവിനെ
ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷയ്ക്ക് യാത്ര അയക്കുന്നതിനുള്ള സമയം കൂടെയാണ്. കാണുവാനുള്ളവർക്ക് ഇപ്പോൾ മുമ്പോട്ട് വന്ന് കാണാം. ലോകമാം ഗംഭീരവാരീതിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടുന്നുണ്ടാവിടയത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ക്രൂശിനെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി.
കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാനാത്മാവിനാ. യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനൊപ്പം ഞാൻ തിന്നാലും, കഷ്ടത്തിൻ കണ്ണൂനിൽ കൂടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായെന്നാലും, യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും ജീവനൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ, ശുദ്ധപാളുങ്ങിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും ലോകം ഛേദിച്ചതാം സിദ്ധന്മാരും, നിർമ്മല ജ്യോതിസാം ദൂതന്മാരും, രക്തസാക്ഷികളാം സ്നേഹിതരും, സ്വാഗതം ചെയ്യും മകൾ സരസി. യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും
നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ എന്നോടെൻ ദൈവമേ നിന്നോടെൻ ദൈവമേ ഞാൻ ചേർന്നിടും. ആകാശമാർഗ്ഗമാ മഹോന്നതേ പറന്നു പോകിലും സന്തോഷമേ എൻ ഗീതം എന്നുമേ നിന്നോടെൻ ദൈവമേ നിന്നോടെൻ ദൈവമേ ഞാൻ ചേർന്നിടും. ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരി പിറ്റേന്നു പമോണന്നിടാ സ്വർഗരാജ്യത്തു ചെന്ന നേരത്ത് കർത്താവെന്നോടു ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എല്ലാത്തിലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു
എത്തുന്നേ ഞാനെന്നാഥന്റെ ചാരി പിറ്റേന്നു പമോണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ. കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. കഴിയുന്നു യാത്ര ഇത്ര നാൾ. കാത്ത ഭവനത്തിൽ